രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെയാണ് നന്ദി പ്രമേയം സഭ പാസാക്കിയത്. വിശദാംശങ്ങളുമായി ശരത്ലാലിലേക്ക് എത്താം. എന്തായാലും ഇപ്പോൾ പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളത്തെ തുടർന്ന് നിർത്തിവെച്ച് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പ്രക്ഷുബ്ധമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാർലമെന്റിന്റെ ഇരുസഭകളും വലിയ തരത്തിൽ പ്രക്ഷുബ്ധമായിരുന്നു. ഇന്നലെ പ്രധാനമന്ത്രി ഇല്ലാതെയാണ് നന്ദി പ്രമേയം പാസാക്കുകയും ചെയ്തത്. ശരത്ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത്ലാലിലേക്കാണ്. ശരത്ലാൽ, എന്തായാലും ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ സമാനമായ സാഹചര്യം, പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധം എന്നുള്ളത്. ഇന്നലെ പ്രധാനമന്ത്രി ഇല്ലാതെയാണ് നന്ദി പ്രമേയം പാസാക്കിയത്. കാരണം പ്രതിപക്ഷം പ്രതിഷേധിക്കാൻ, സ്ത്രീകളെ മുൻനിർത്തി പ്രതിഷേധിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നതൊക്കെ കണക്കിലെടുത്താണ് പ്രധാനമന്ത്രി വരാത്തത് എന്നുള്ള കാര്യമൊക്കെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് വീണ്ടും സമാനമായിട്ടുള്ള സാഹചര്യമാണോ? ഇന്ന് എന്താണ് ഇരുസഭകളിലും സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് ഇരുസഭകളും നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് നന്ദി പ്രമേയ ചർച്ച, അതായത് ഇന്നേ വരെ പ്രധാനമന്ത്രി ലോക്സഭയിൽ നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയാതിരുന്നിട്ടില്ല എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. എന്നാൽ ഇതാദ്യമായിട്ടാണ് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഒരു പ്രധാനമന്ത്രി മറുപടി പറയാതെ ലോക്സഭയിൽ പാസ്സാക്കുന്നത്. അതുതന്നെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. കാരണം പ്രതിപക്ഷം ഏത് രീതിയിൽ പ്രതികരിക്കും, അല്ലെങ്കിൽ മറ്റൊരു അത്തരത്തിലുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ട എന്ന ഒരു തിരിച്ചറിവാണ് ഇതിന്. കാരണം ചെയറിനെതിരെ കടലാസ് വലിച്ചെറിഞ്ഞ പോലെ പ്രധാനമന്ത്രിക്കെതിരെ കടലാസ് വലിച്ചെറിയോ ബാനർ ഉയർത്തുകയോ മറ്റോ ചെയ്താൽ, ഖരാവോ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സഭയിൽ അത് BJPക്ക് വലിയ നാണക്കേടാവും. അതൊരു കൂട്ടത്തല്ലിലേക്ക് പോകും. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് 12 മണിക്ക് ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിലും പ്രതിപക്ഷത്തെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. എന്ന് അതും നടക്കാത്തൊരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് ലോക്സഭാ സ്പീക്കർ എത്തിയിരിക്കുന്നത്. രാജ്യസഭയിലാവട്ടെ, രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോക്ക് നടത്തി. കാരണം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകില്ല എന്ന് രാജ്യസഭയിലെ കോൺഗ്രസ് നേതാവ് മല്ലികാർജ്ജുന ഖാർഗെ ആരോപിച്ചതോടു കൂടിയാണ് രാജ്യസഭയിൽ ബഹളം തുടങ്ങിയത്. ഇതിനെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പാർലമെന്റ് കാര്യ മന്ത്രി കിരൺ റിജിജു, അതേപോലെ തന്നെ BJPയുടെ സഭാ നേതാവ് JP നഡ്ഡ, അതേപോലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവർ എതിർത്തത്. എന്നാൽ ഈ എതിർപ്പിനെയൊക്കെ തന്നെ ഒറ്റക്ക് നിന്ന് തന്നെയാണ് ഖാർഗെ നേരിട്ടത് എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഈ നിർമ്മല സീതാരാമൻ പറഞ്ഞത് കേരളത്തിലും രാജസ്ഥാനിലും കേരളത്തിൽ ജോസഫ് മാസ്റ്ററെ കൈപ്പത്തി വെട്ടിമാറ്റിയപ്പോൾ നിയമസഭയിൽ ഒന്നും പ്രതികരിക്കാതിരുന്ന കോൺഗ്രസ് ആണ് ഇവിടെ വന്ന് പ്രതികരിക്കുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിർമ്മല സീതാരാമൻ ഈ ചർച്ചയ്ക്കിടെ പരാമർശിക്കുകയും ചെയ്തു. കിരൺ റിജിജു ആവട്ടെ 40 മിനിറ്റോളം രാഹുൽ ഗാന്ധിക്ക് അവസരം നൽകി. രാഹുൽ ഗാന്ധി സ്പീക്കർ പറയുന്നത് കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, റൂളിംഗ് അനുസരിക്കുന്നില്ല. ഇതൊക്കെയാണ് രാഹുൽ ഗാന്ധിക്ക് ആരോപണമായി പറഞ്ഞത്. ഏതായാലും പ്രതിപക്ഷം സർക്കാരിന്റെ ഈ നിലപാട് പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്ക് നടത്തി. CPM ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചു എന്നതാണ് പ്രത്യേകത. CPM പ്രതിനിധി ജോൺ ബ്രിട്ടാസ് പറഞ്ഞത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്, അതിന് മാന്യത കൊടുക്കണം, വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ്. രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ പ്രസംഗിക്കാൻ അനുവദിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിൽ ആവശ്യപ്പെട്ടു. ഏതായാലും രാജ്യസഭയിൽ 5 മണിക്ക് പ്രധാനമന്ത്രി പ്രസംഗിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ശരി ശരത്ലാൽ, എന്തായാലും ഇരുസഭകളും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഇന്നും സഭയിൽ പ്രതിപക്ഷം വലിയ തരത്തിൽ പ്രതിഷേധം ഉയർത്തിയിരിക്കുകയാണ്. പ്രധാനമന്ത്രി സംസാരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് വീണ്ടും സഭ ചേരുമ്പോൾ. ആ വിവരങ്ങളാണ് ശരത്ലാൽ നൽകിയത്.